എൻ്റെ പേര് വർഗീസ്, 45 വയസ്സ്, പുതുപ്പാടിയിൽ നിന്ന് വരുന്നു. ആദ്യം കച്ചവടമായിരുന്നു, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. സുഖമില്ലാത്തതിൻ്റെ കാരണത്താൽ വാ തുറക്കാൻ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിക്കാനും ഒക്കെ 2 ഓപ്പറേഷൻ ഇതിന് മുന്നേ ചെയ്തിരുന്നു. അതിലൊരു കുറവുമില്ല. ഇപ്പോൾ 2 കൊല്ലമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കാനും ശ്വാസം വിടാനും. രാത്രി അറിയാതെ എഴുന്നേറ്റ് പോകാൻ തട്ടി വീഴുക. ഈ പ്രശ്നങ്ങൾ കൊണ്ടപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിൽ ഇരിപ്പാണ്. വളരെ ബുദ്ധിമുട്ടാണ്. നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ ഉറങ്ങി പോകാൻ. അങ്ങനെ സാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ സാറ് പരിശോധന കഴിഞ്ഞപ്പോൾ താടിയിൽ യോജിച്ചതാണ്. ഓപ്പറേഷൻ അല്ലാണ്ട് ഒരു വഴിയില്ലാന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ വർഗീസിൻ്റെ അമ്മയാണ്. ചെറുപ്പം 3 വയസ്സ് തൊട്ട് ഇവന് ഒന്നും വാ തുറക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോഴും ഒരു 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊന്നും ഒരു ഗുണവും കിട്ടിയില്ല. പിന്നെ ഇപ്പം നടക്കുമ്പോൾ ഉറക്കം വരിക, തട്ടി വീഴുക. രാത്രി ഒരു ശകലം സമയം പോലും ഉറങ്ങുകയില്ല. അറിയാണ്ട് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുകയാണ്. 2 വർഷമായിട്ട് തീരെ ഉറക്കവും ഇല്ല. ഭക്ഷണം കഴിക്കാനും വളരെ ബുദ്ധിമുട്ടും. ഇരുന്നാൽ ശ്വാസം കിട്ടുകയില്ല, ഇരുന്നാലും ശ്വാസം കിട്ടുകയില്ല, കിടന്നാലും തീരെ ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇപ്പം ഇവിടെ വന്നപ്പോൾ സിറ്റി വന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യല്ലാണ്ട് ഒരു തരവുമില്ല, ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ഞങ്ങൾ ചെയ്യാം, ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. എല്ലാം ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഇവനെ കൊണ്ട് വേലയ്ക്ക് പോകാനൊന്നും ആകുകയില്ല. എനിക്കാണെങ്കിലും വിലയെടുത്തിന് കൊടുക്കാനാകാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ചെറുപ്പത്തിൽ തലയിൽ ഇങ്ങനെ മുഴകൾ പോലെ വന്നു, ഉരുക്കൾ വന്നു. അന്ന് ഞങ്ങൾ കൊണ്ടുപോയി ചികിത്സിച്ച് ആ കൈയുടെ മുട്ടിനും ആ വീക്കം ഇറങ്ങി. പിന്നെ ഞങ്ങൾ ആയുർവേദം ചികിത്സിച്ചിട്ടൊന്നും ഒരു ഗുണവും കിട്ടിയില്ല. അന്ന് തൊട്ടേ ഇങ്ങനെ എവിടെയെങ്കിലും കാണിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഞങ്ങൾക്കൊരു നിർവാഹമൊന്നും ഇല്ലാത്തത് കാരണം പിന്നെ ലാസ്റ്റ് ഇവിടെ KMCT വന്നപ്പം ഡോക്ടർമാർ പറഞ്ഞതാണ് ഓപ്പറേഷൻ അല്ലാണ്ട് ഒരു വഴിയും ഇല്ല. 3 വയസ്സിന് ശേഷമാണ് ഇങ്ങനെ തീരെ വാ തുറക്കാണ്ടും താടിയെല്ലിന് വളർച്ചയില്ലാണ്ട് ഇരിക്കുന്നത്. ഒന്നും ചവച്ചിതുവരെ കഴിച്ചിട്ടുമില്ല, കഴിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും ഇങ്ങനെ ചവയ്ക്കാണ്ട് മെഴുകുന്ന ഒരവസ്ഥയാണ്. പിന്നെ ആ തീരെ വേറെ ഇല്ലാണ്ട് വന്ന് കഴിക്കുന്നത്. പിന്നെ ഇപ്പം തീരെ ശ്വാസം കിട്ടുകയില്ല. കിടന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി ഉറക്കമില്ലാണ്ടായിട്ട് 2 വർഷത്തോളമായി ഉറക്കമില്ലാണ്ട് കിടക്കാൻ പറ്റുന്നില്ല. ഇരുന്നിട്ടാണ് കുറച്ചെങ്കിലും ശ്വാസം കിട്ടൽ. അങ്ങനത്തെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് അല്ലാണ്ട് ഇതിനൊരു വഴിയില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നാളെ വർഗീസിൻ്റെ കേസ് നാളെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ 9 മണിക്കാണ് കേസ്. ആ കേസ് TMJ ആങ്കിലോസിസ് ആണ്. അദ്ദേഹത്തിന് 45 വയസ്സായി. കുട്ടിക്കാലം തൊട്ട് തന്നെ വാ തുറക്കാനുള്ള ബുദ്ധിമുട്ട്. 45 വർഷമായിട്ട് അദ്ദേഹത്തിന് വാ തുറക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ 8ാമത്തെ വയസ്സിലൊരു സർജറി അദ്ദേഹത്തിന് ചെയ്തു. അത് സക്സസ് ആയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം 18ാം വയസ്സിലൊരു സർജറി ചെയ്തു, വാ തുറക്കാൻ പറ്റി. പക്ഷെ അത് 2-3 വർഷം കഴിഞ്ഞ സമയത്ത് രണ്ടാമതും അത് ആങ്കിലോസിസ് വന്ന് വാ തുറക്കാൻ പറ്റാത്ത ഇതേ അവസ്ഥയിലായി വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ഇവിടെ കൺസൾട്ട് ചെയ്തിരിക്കുന്നത് വാ തുറക്കാനുള്ളതും മുഖവൈകല്യം കറക്റ്റ് ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ സ്ലീപ്പ് അപ്നിയ, രാത്രി കിടക്കുമ്പം ശ്വാസം മുട്ടുക, അതുപോലെ തന്നെ പകലും ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഇതുപോലെ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർട്ടിന് പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സ്ലീപ്പ് അപ്നിയ, ഇതുപോലത്തെ കാണാനുള്ള ഈ ഭംഗിക്കുറവ്, ഒരു ബേർഡ് ഫേസസ് അപ്പിയറൻസ് ഞങ്ങൾ പറയാം. TMJ ആങ്കിലോസിന് ബേർഡ് ഫേസ് അപ്പിയറൻസ് എന്നാണ് പറയാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക, വാ തുറക്കുക, റീകൺസ്ട്രക്ട് ചെയ്യുക. ഇതിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്താ വെച്ചാൽ, നമ്മൾ കീഴ്ത്താടിയല് തലയോട്ടിയുമായിട്ട് ബന്ധിക്കുന്ന ജോയിൻറ്റ് കംപ്ലീറ്റ് ഉറങ്ങിയിരിക്കുകയാണ്. ഒരു ചങ്ക് ഓഫ് ബോൺ നിറച്ചു എന്നിരിക്കുകയാണ്. അപ്പം നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയും ആ സ്ഥലത്ത് ആ മാസ് ഓഫ് ബോൺ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു ആർട്ടിഫിഷ്യൽ TM ജോയിൻറ്റ്, ടോട്ടൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് ആണ് അദ്ദേഹത്തിൽ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്.
ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ സീറ്റാസ് എന്ന കമ്പനിയാണ്. നമ്മൾ സീറ്റാസ് കമ്പനിയുമായിട്ട് MOU സൈൻ ചെയ്താണ് ഇവിടുന്ന് 2016 തൊട്ട് എല്ലാ വർക്കുകളും നേരത്തെ വെർച്വൽ പ്ലാനിങ്ങും 3D പ്രിൻറ്റിങ് വർക്കുകൾ, നമ്മുടെ 3D റീകൺസ്ട്രക്റ്റീവ് ട്യൂമർ റീകൺസ്ട്രക്റ്റീവ് സർജറി, ഓർത്തോഗ്നാറ്റിക് സർജറി, ഇതിൻ്റെയൊക്കെ പ്ലാനിങ് ഇപ്പോൾ ചെയ്യുന്നത് വെർച്വൽ പ്ലാനിങ് ആണ്, ഡിജിറ്റൽ പ്ലാനിങ് ആണ്. അത് ചെയ്യുന്നത് സീറ്റാസ് ആണ്. ഈ കേസിലും സീറ്റാസ് ആണ് നമ്മുടെ സർജറിക്കുന്നത്. ഡോക്ടർ ജോൺ നേഷൻ ആണ് അതിൻ്റെ നമ്മുടെ എല്ലാ ഹെൽപ്പും ചെയ്യുന്നത്. അദ്ദേഹവും ഈ സർജറിയിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഇതിൽ ടോട്ടൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അതിൽ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന വെർച്വൽ പ്ലാനിങ് ചെയ്തു. ഞങ്ങൾ വെബ് മീറ്റിംഗ് കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്ത് ഒരു വെർച്വൽ പ്ലാനിങ്ങിൽ എത്തിയിരിക്കുന്നത്. അത് പ്രകാരം അവർ ജോയിൻറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ജോയിൻറ്റിൽ അപ്പർ പാർട്ട് ഫോസൈഡ്, അതുപോലെ തന്നെ ലോവർ കോണ്ടൈലാർ പാർട്ട് അത് ടൈറ്റാനിയമാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എല്ലാവിധ കോംപ്ലിക്കേഷനെ പറ്റിയും പേഷ്യൻറ്റിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഡിഫിക്കൽട്ട് എയർവേ വരുന്നത് കൊണ്ട് ഡിഫിക്കൽട്ട് ഇൻറ്റ്യൂബേഷൻ, അനസ്തീഷ്യ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇലക്റ്റീവായിട്ട് ഒരു ട്രക്കിയോസ്റ്റമി വേണമെന്നും പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നാളെ ട്രക്കിയോസ്റ്റമി വഴിയായിരിക്കും നമ്മൾ ചെയ്യുക. അതിനുശേഷം സർജറിക്ക് ശേഷം വെന്റിലേഷനും കൂടെ വെന്റിലേറ്ററിൽ ഒരു ദിവസം കിടത്തേണ്ടി വരുന്നു, 2 ദിവസം ICUലാവണമെന്നും പേഷ്യനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. ഇതിൽ വാ തുറക്കുന്നതോടൊപ്പം തന്നെ ഒരു റാമസിൻ്റെ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ലെങ്ത് കൂട്ടുകയും അതുപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ ഫ്രണ്ടിലേക്ക് താടി മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ നടക്കുന്ന ഞാൻ പ്രതീക്ഷ. എല്ലാവിധ മറ്റ് അൺഫേവറബിൾ ഒന്നുമില്ലെങ്കിൽ ഇത് നല്ലൊരു സക്സസ്സായി മാറും.